33 കോടി ദേവതകളുടെ അനുഗ്രഹം നിനക്കുണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ എനിക്ക് പോലും നിന്നെ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കാൻ കഴിയുന്നില്ലല്ലോ. അച്ഛനും മക്കളും തമ്മിൽ അകൽച്ചയുണ്ടാവാൻ പാടില്ല. പക്ഷെ നമുക്കുള്ളിൽ അതുണ്ടായി. അതൊന്ന് മാറ്റിയെടുക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി. പക്ഷെ കഴിഞ്ഞില്ല മോനെ. മോനെ അരവിന്ദ്, നിന്നെ എനിക്ക് തിരിച്ചു കിട്ടുമോ? അറിയില്ല മോനെ, അറിയില്ല. ബാബാ ബാബാ വാ. പിടിക്കണോ? ഈശ്വരാ, പെട്ടെന്ന് എന്താ ബാലമാമൻ എന്തോ ആപത്ത് വന്ന പോലെ തോന്നിയത്. അമ്മേ ദേവി, ആർക്കൊന്നും വരുത്താതെ കാത്തോളെ. ചേട്ടാ, എന്തു പറ്റി കാകോത്തി? നീ ആകെ പേടിച്ചു പോലെയുണ്ടല്ലോ. ബാലമാമനെ സേഫായിട്ട് വീട്ടിലാക്കിയോ? അച്ഛനെ വീട്ടിലാക്കി ഞാൻ തിരിച്ചെത്തി. എനിക്കൊക്കെ പേടി തോന്നുന്നു. പക്ഷെ എന്തൊക്കെയാ ചെയ്യാന്നറിയില്ലല്ലോ. മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ വന്ന് കയറുന്നു ഒക്കെ ചേട്ടാ. പേടി സ്വപ്നം വല്ലതും കണ്ടോ? പേടി സ്വപ്നം അല്ല, ഉള്ളിലൊരു തോന്നല് ബാലമാമൻ എന്തോ അപകടം പറ്റിയെന്ന്. ഇങ്ങനെ സാധാരണ സംഭവിക്കാത്തതാ. പക്ഷെ ഇപ്പോ കാക്കോത്തി, നമുക്ക് ആകെ ഒരു അപകടമേ ഉള്ളൂ. അത് ശ്രേയ. ഇനി പുതിയതായിട്ടൊന്നും വരാനുമില്ല. നമ്മൾ അവളുടെ മുന്നില് കല്യാണത്തിൽ പങ്കെടുക്കുന്ന പോലെ നിൽക്കുന്നില്ലേ? നമ്മൾ അങ്ങനെ തീരുമാനിച്ച പോലെ അവളുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിലോ? എന്റെ മനസ്സങ്ങനെ പറയുന്നൊക്കെ ചേട്ടാ. അവളിപ്പോ ഇവിടെ തന്നെ ഉണ്ടല്ലോ, നമുക്ക് അവളെ വാച്ച് ചെയ്യാം. പിന്നെ അച്ഛനെ അവളൊന്നും ചെയ്യില്ല. അങ്ങനെ ചെയ്താ അവളുടെ വാശി നടക്കില്ലല്ലോ. കാക്കുത്തി നോക്ക്, അച്ഛൻ രാവിലെ റെഡിയായിട്ട് എന്നെ വിളിക്കും. അപ്പോ ഞാൻ പോയി വിളിച്ചോണ്ട് വരും. ഓക്കെ അല്ലേ? ഇപ്പൊ ഉറങ്ങാം. വാ. അവൻ ബാബുക്കുട്ടൻ വിളിച്ചില്ലല്ലോ. പറഞ്ഞതുപോലെ ചെയ്തോ? അവനെ വിളിച്ചു നോക്കണോ? വേണ്ട, കുറച്ചു കഴിയട്ടെ. ചാരു ഉറങ്ങാതിരിക്കുന്നത് എന്താന്ന്? പുതിയ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഒരു പിടിയും കിട്ടുന്നില്ല. എടാ, നിന്റെ കോള് വെയിറ്റ് ചെയ്യായിരുന്നു ഞാൻ. എന്തായി? മാഡം, ബാബുക്കുട്ടനൊരു കാര്യമായിട്ടാ സക്സസ് ആയിരിക്കും. പൊക്കിയിട്ടുണ്ട്. എവിടെ ഡംപ് ചെയ്യണം? ധൃതി വെക്കാതെ
ആ ചാരു ഹാളിൽ ഉറങ്ങാതെ ഒരു കസേരയിൽ ഇരിപ്പുണ്ട്. നീ ഹോൾഡ് ചെയ്, ഞാനൊന്ന് പോയി നോക്കട്ടെ. അവളവിടെ ഇല്ല, പോയി. അയാൾക്ക് ബോധമില്ലല്ലോ. ഇല്ല. 8 മണിക്കൂർ കഴിയാതെ മാഷിന് ബോധം വരില്ല. മുഹൂർത്തത്തിന് 1/2 മണിക്കൂർ മുമ്പേ അയാൾക്ക് ബോധം തെളിയൂ. അല്ല, ഇയാൾ എന്ത് ചെയ്യണം? മാഷിനെ ഹാളിലെ സ്റ്റേജിലേക്ക് കൊണ്ടുപോവാ. സ്റ്റേജിലേക്കോ? മേഡം എന്തായി പറയുന്നത്? അതെ, സ്റ്റേജിലേക്ക് തന്നെ. അതെല്ലാരും കാണില്ലേ മേഡം? സ്റ്റേജിന്റെ സൈഡില് മാഷ് ഉണ്ടാവണം, ആരും കാണാത്ത രീതിയിൽ. അയാളെ കാണാതെ എല്ലാവരും അന്വേഷിച്ച് നടക്കുമ്പോ തൊട്ടടുത്ത് മാഷ് വേണം. അതൊരു ത്രില്ലല്ലേ ബാബുക്കുട്ട? അതെങ്ങനെ മേഡം? പറയാം. ഹാളിന്റെ മുൻവശത്ത് കുറച്ച് ബോക്സുകളും അലങ്കരിക്കാനുള്ള സാധനങ്ങളും ഉണ്ട്. അത് സ്റ്റേജിന്റെ സൈഡിൽ കൊണ്ടുവന്ന് വെച്ച് അതിനിടയില് കയ്യും കാലും കെട്ടി മാഷിനെ ഇരുത്തണം. ആർക്കും കണ്ട സംശയം തോന്നാത്ത രീതിയിൽ. ഓക്കെ മേഡം, സെറ്റ്. ഓക്കെ, ശരി. വാ വാ വാ, കൊണ്ടുവാ കൊണ്ടുവാ, വാടം. വാ വാ വാടാ, വാ വാ വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട്. എടാ ഇങ്ങോട്ട് വാടാ. കൊണ്ടാ കൊണ്ടാ, ഇവിടെ. എടാ കൈ പിടിച്ച് കെട്ടടാ. എടാ ഒന്ന് പെട്ടെന്ന് നട്ടോ. അതെടുത്ത് മറക്കേ പെട്ടെന്ന്. ആരെങ്കിലും വരുന്നതിന് മുമ്പ് ഇങ്ങോട്ട് നിൽക്കുവേ. ഓ, കയറ്റി പോയി.